ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിണറായിസത്തിന് അന്ത്യം കുറിക്കാൻ ആരെല്ലാം ഏതെല്ലാം വിഭാഗങ്ങൾ ഏതെല്ലാം മനുഷ്യർ പിന്തുണയുമായിട്ട് വരുന്നോ അത് ഞങ്ങൾ സ്വീകരിക്കും. ഒരു നിബന്ധനയുമില്ലാതെ, ഒരു തരത്തിലുള്ള ഒളിയും മറയുമില്ലാതെ, ഒരു തരത്തിലുള്ള ഗസ്റ്റ് ഹൗസ് ചർച്ചകളുമില്ലാതെ, ഒരു തരത്തിലുള്ള ഫ്ളാറ്റ് ചർച്ചകളുമില്ലാതെ, ഒരു തരത്തിലുള്ള പ്രകടനങ്ങളും കൊടികെട്ടി മാറുന്ന സഖ്യങ്ങളുമില്ലാതെ ഞങ്ങൾ ഇതാ പറയാണ്, ഞങ്ങൾക്കിവിടെ പിണറായിസത്തെ അവസാനിപ്പിക്കണം. പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഏതെല്ലാം മനുഷ്യരും ഏതെല്ലാം പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരുന്നുണ്ടോ അവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഏറ്റവും ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞത് പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഏതു വ്യക്തിയായിട്ടും ഏത് സംഘടനയുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും. ഞങ്ങൾക്ക് മറ്റൊരു മാനദണ്ഡവും പ്രശ്നമല്ല, മറ്റൊരു വിഷയവും പ്രശ്നമല്ല. മതവാദികളായാലും മതരാഷ്ട്രവാദികളായാലും ഈ രാജ്യത്തെ വിഘടിപ്പിക്കുന്നവരായാലും ആരായാലും അവർക്കെതിരെ അവരെ ഞങ്ങൾ കൂട്ടും. കാരണം പിണറായി സത്തെ തകർക്കണം, പിണറായി വിജയനെ തകർക്കണം. അപ്പോ അൻവറും ഇത് തന്നെയാ പറയുന്നത്. BJP ആയിട്ട് കൂട്ടുകൂടാം, SDP ആയിട്ട് കൂട്ടുകൂടാം, NDF ആയിട്ട് കൂട്ടുകൂടാം, ജമാഅത്തെ ഇസ്ലാമി ആയിട്ട് കൂട്ടുകൂടാം, വെൽഫെയർ പാർട്ടി ആയിട്ട് കൂടാം, ആരുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും. ഒറ്റ ലക്ഷ്യം പിണറായി സത്തെ തകർക്കുക, അല്ലെങ്കിൽ പിണറായി വിജയനെ താഴെ ഇറക്കുക. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കലോ ഏത് ദുരന്തം കാണിക്കുന്നവരാണെങ്കിലും പ്രശ്നമല്ല എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് ഇവിടെ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി BRM ഷഫീറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം അത് ഓപ്പണായി പറഞ്ഞല്ലോ. കാരണം സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം